ഇന്ന് മീൻ വേണ്ടല്ലോ നമുക്ക്. അച്ഛൻ പോയില്ലേ എന്നിട്ട് തിന്നാണ്ടാ പോയേ? ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇത് ഞാൻ രാവിലെ എണീച്ചു. ഇന്ന് ഒരു സൺഡേ ആണ്. വെളിച്ചം അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞ് സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, വീട്ടിൽ തന്നെയാണ്. ഭയങ്കര ലേസി ആയിട്ടുള്ളൊരു സൺഡേയാണ്. പുറത്ത് പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മളെവിടെ പൈപ്പ് ലൈനിന് റോഡ് കീറിയതുകൊണ്ട് വണ്ടിയൊന്നും പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ അവരിന്ന് കോൺക്രീറ്റ് ചെയ്യുന്ന പറയുന്നത്, അതുകൊണ്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല. സ്കൂട്ടി മാത്രമേ പുറത്തിറക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അതാണ് ഇപ്പോൾ ഇന്നത്തെ മെയിനായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ചിലപ്പോൾ വൈകുന്നേരം ജസ്റ്റ് പുറത്ത് പോകായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരു കുഞ്ഞി സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി കലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതും കൂടെ ചുട്ട് ഗോതമ്പ് ദോശയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് 2 ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു ആക്ച്വലി. നമ്മൾ ഗോതമ്പ് ദോശയും പിന്നെ അതുപോലെ തന്നെ നൂൽപുട്ടും. അപ്പോൾ ഞാൻ അത് ചുട്ട് വരുമ്പോഴേക്ക് ഇതാ ഒരാൾ എണീച്ച് വരുന്നുണ്ട്. രാവിലെ തന്നെ എണീച്ച് എന്നെ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മൂഡൗട്ടിലാണ് ആൾ വരിക. അപ്പോൾ അങ്ങനെ ഇതാ എണീച്ച് വരുന്നുണ്ട് എന്നെ തപ്പിക്കൊണ്ട്. ഒരു ഗുഡ് മോർണിംഗ് പറയാം. ഇല്ല മാ ജസ്റ്റ് മാത്രം. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇതാണ് മെയിൻ പ്രശ്നം. ആളെ ഒന്ന് മൂടാക്കി റെഡിയാക്കി പാമ്പസൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ഇന്നിപ്പോൾ സൺഡേ ആണ്. ചുട്ടൂന്ന് കളിക്കാൻ എന്തായാലും ഏറ്റിനീച്ചെല്ലാം വരുമല്ലേ ചുട്ടാ? ഏറ്റിനീച്ച് വരൂലേ? അപ്പോഴേക്ക് വേഗം റെഡിയാവാൻ നമുക്ക് വീക്ക് വാ. കമാൺ. അപ്പം എന്തായാലും ഞാൻ ഇവിടെ ഒന്ന് ഫ്രഷ് ആക്കട്ടെ. ഒരു വിധത്തിൽ എന്തായാലും ഒരു മണിക്കൂർ എടുക്കും ഞാൻ ഇവിടെ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കണമെങ്കിൽ. എന്നാലും ഒന്ന് ഫ്രഷ് ആക്കട്ടെ. ഷുട്ടൂന് ഒരു വിധം എങ്ങനെയൊക്കെയോ ഒന്ന് സെറ്റാക്കി എടുത്ത് ഞാനിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഈ ഒരു സമയമ്പോഴേക്ക് എനിക്ക് ആക്ച്വലി നല്ല വിശക്കും. കാരണം രാവിലെ ആകുമ്പോൾ ഷുട്ടൂന് പാൽ കൂടി നല്ല കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാ ചായയും നമ്മുടെ ഗോതമ്പ് ദോശയൊക്കെ കഴിച്ചു. അച്ചാസിൻ്റെ അമ്മേൻ്റെയും കഞ്ഞി, പൊടിയരിക്കഞ്ഞി. അങ്ങനെ രാവിലത്തെ പരിപാടികളിൽ ഏകദേശം കഴിഞ്ഞ് ചുമ്മാ ഇങ്ങനെ നമ്മൾ വന്നിരുന്നപ്പോൾ അച്ചാച്ചനൊരു കടങ്കഥയും ക്വസ്റ്റ്യനും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കൈനെ കൊണ്ട് ഉപ്പിടും, ഉപ്പ് എന്തിടും, അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഉപ്പിൽ എന്തിടും, അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കൈ എന്നുള്ള ആൻസർ പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ചോദിച്ച് കളിക്കായിരുന്നു നമ്മൾ. അത് ഞാൻ പറഞ്ഞില്ലേ, സ്പൂൺ അല്ലെങ്കിൽ കൈ എന്നാ ഞാൻ പറഞ്ഞേ. അപ്പം ഞാൻ ചോദിച്ചു. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇതാ ഷുട്ട് രാവിലെ തന്നെ പോയി കളിക്കാൻ വേണ്ടി എല്ലാവരും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ പുറത്ത് വന്ന് നോക്കുമ്പോഴേക്കും ആൾ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ അന്നൂസ് എത്തിയില്ല. അന്നൂസ് ചായ കുടിച്ചിട്ടേ എത്രേ. അപ്പോൾ അവൾ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അതിലിടക്ക് ആൾ കിട്ടിയ ആൾക്കാരെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു രാവിലെ തന്നെ. തട്ടിക്കോ ആമ്പടാ. അങ്ങനെ ഇവർ ഈ പ്ലേ ടൈമിൻ്റെ ഇടയ്ക്ക് എന്തായാലും ബായിലേക്ക് എന്തെങ്കിലും പോകും ഷുട്ടൂന്. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കളിച്ചുകൊണ്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നമുക്ക് നല്ല സൗണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ നമ്മളെ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. അവർ പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് കയറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി കോൺക്രീറ്റ് നമ്മളായിട്ട് ചെയ്ത റോഡായതുകൊണ്ട് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കോൺക്രീറ്റിൻ്റെ ഭയങ്കരമായ സൗണ്ട് ഉണ്ട് പുറത്ത്. സൈഡായി പോയേ.
അപ്പോൾ നമുക്ക് ഇന്നലെ അങ്ങ് പോയിനി ഇന്നലെ അച്ഛൻ വൈകുന്നേരം നമുക്ക് നല്ല അടിപൊളി അയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ശരിയായിട്ട് മുറിക്കണം. ഷാനൂട്ടനും അവരെല്ലാം പിന്നെ കളിക്കാൻ വേണ്ടി പോയി. ആമ്പിളറാകുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നത് കുറച്ച് ടഫാണല്ലോ. അപ്പോൾ അവർ ഓടി ബോളൊക്കെ തട്ടി കളിക്കാൻ വേണ്ടി പോയി. അന്നൂസും ചുട്ടുമുണ്ട്. ഞാൻ അവർക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാമെന്ന് വെച്ചു. മുസമ്പി ഉണ്ടായിരുന്നു അന്ന് അമ്മ കൊണ്ടുവന്നെ. അപ്പോൾ അത് അവർക്ക് ജ്യൂസാക്കി കൊടുത്ത് രണ്ടാളെ ഒന്ന് സെറ്റാക്കി ഇരുത്താമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ എൻ്റെ എന്തെങ്കിലും പണി നടക്കില്ല. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇവരൊരേ കളി മാത്രമായിരിക്കും, ഒന്നും കഴിക്കുകയില്ല, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് കുറച്ച് മുസമ്പി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാ ജ്യൂസാണ് എടുക്കുന്ന അമ്മ. അപ്പം അങ്ങനെ ഇന്ന് സൺഡേ ആണ്. എനിക്ക് കുറച്ച് ഷൂട്ടും പരിപാടിയെല്ലാം ചെയ്തു വെക്കാനുണ്ട്. നമ്മുടെ പ്രോഡക്ട്സിൻ്റെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇന്ന് നമുക്ക് പച്ചക്കറിയൊന്നുമില്ല, ഫിഷ് കറി മാത്രമേ വെക്കാനുള്ളൂ. പിന്നെ ഒരു ഉപ്പേരി ആക്കണം. അതുകൊണ്ട് ഞാൻ ഇന്ന് പെട്ടെന്ന് ഷൂട്ടിങ്ങിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. താഴെ പിള്ളേർ കളിക്കുന്നുണ്ട്, ടി വിയും കാണുന്നുണ്ട്. അപ്പം എന്തായാലും ഞാൻ പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് എൻ്റെ ഷൂട്ടും പരിപാടിയൊക്കെ ചെയ്യട്ടെ. അതിന് ശേഷം നമുക്ക് കാണാം. ഞാൻ അങ്ങനെ ഭയങ്കര ഓവർലി മേക്കപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്യാറില്ല. കാരണം നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ബ്യൂട്ടിയാണല്ലോ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഭയങ്കരമായ മേക്കപ്പിലൊന്നും അല്ല ചെയ്യാറുള്ളത്. നോ ഫിൽറ്റർ എഡിഷൻ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് കളറും കാര്യങ്ങളും ഒക്കെ ഒരു മയോ ഇല്ലാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഞാനൊന്നും ഇട്ടിട്ടില്ല ഇന്ന് മുഖത്ത്. ഞാൻ സ്കിൻ കെയറും പ്രപ്പും കാര്യമൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് കുറച്ച് മോയ്സ്ചറൈസർ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതും. കുറച്ച് ആ ഒരു മേക്കപ്പ് ഇട്ടു എന്ന് തോന്നിക്കാനുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്ലഷും ഇടും, ഒരു ലിപ്സ്റ്റിക്ക്. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും മതി. ഈ കൺമഷി ഇട്ട് കഴിഞ്ഞാൽ എനിക്കുള്ള ഒരു പ്രശ്നമാണ് ഈ താഴെ ഡാർക്ക്നെസ് വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. കൺമഷി ഇട്ട് കഴിഞ്ഞാൽ 2-3 ദിവസം എടുക്കും ആ ഒരു ഡാർക്ക് കളറ് പോകാൻ വേണ്ടിയിട്ട്. കൺമഷി സൂയ ഇത് നമ്മുടെ സാധാരണ ഹിമാലയൻ്റെ ഒരു ചെറിയ കാജലാണ്. ഞാൻ അതാ വാങ്ങി വെക്കാറുള്ളത്. കാരണം മോസ്റ്റ്ലി ഞാൻ എവിടെയെങ്കിലും ഫംഗ്ഷനോ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അടിയിൽ കണ്ണെഴുതുന്നത്. അല്ലെങ്കിൽ ഞാൻ മേലെ ഐലൈനർ വെച്ച് വരയ്ക്കുള്ളൂ. അതുകൊണ്ട് വെറുതെ അങ്ങനെ എക്സ്പെൻസീവ് സാധനമൊന്നും വാങ്ങി വെക്കാറില്ല. സാധാരണ കൺമഷി. ഓക്കെ, ഇതൊക്കെ പക്ഷെ ഭയങ്കരമായിട്ട് പരക്കും. അതാണ് നമുക്കിത് ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അതാണ് കുറച്ച് നമ്മുടെ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലിപ്സ്റ്റിക്ക് എന്തായാലും ലാസ്റ്റാണ്. ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഞാൻ സാരിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സൽവാർ ഇടണം. പിന്നെ 2 സാരി ലുക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. നോക്കട്ടെ, എനിക്ക് എത്രമാത്രം ടൈം കിട്ടുമെന്ന് അറിയില്ല. നോക്കിയിട്ട് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, അങ്ങനെ എൻ്റെ ഷൂട്ടും പരിപാടിയിൽ ഏകദേശം കഴിഞ്ഞു. ഞാൻ റെഡി ആയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പിന്നെ കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഷൂട്ട് ചെയ്ത ഐറ്റംസ് കുറച്ച് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും താഴെ കൊടുക്കുന്നുണ്ട്. ഇതൊരു അടിപൊളി പേൾസ് ഒക്കെ വരുന്നത് നിങ്ങൾക്ക് നല്ല റിസപ്ഷൻ വെയർ ആയിട്ടും അതുപോലെ തന്നെ എരി സ്റ്റോണൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അങ്ങനെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിട്ടിലൻ സെറ്റാണ് ഇത് വരുന്നത്. ഇത് ഫുള്ള് നമുക്ക് ഇതുപോലെ കുഞ്ഞി പക്ഷിയും നടുക്കൊരു ലോട്ടസിൻ്റെ ഒക്കെ വരുന്നുണ്ട്. ഫുള്ളായിട്ടൊരു പേള്, ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന ഫുള്ളൊരു അടിപൊളി സെറ്റാണ്. എനിക്കിത് ക്യാമറയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ നേരിട്ടാണ് അത് ഭയങ്കര ഭംഗിയുള്ള ഒരു ഐറ്റം. അതും നമുക്ക് അലോങ് വിത്ത് കുഞ്ഞി ഇയറിങ്സ് ആണ് വരുന്നത്, കിളീൻ്റെ തന്നെ. അപ്പോൾ അടുത്ത് ഞാൻ എന്തായാലും കാണിച്ചു തരാം.
അപ്പോൾ അടുത്തും ഇതുപോലെ ഭയങ്കര ഒരു സിമ്പിളായിട്ട് വരുന്ന ഫുള്ളൊരു എഡി സ്റ്റോൺ വർക്കൊക്കെ വരുന്ന ഒരു അടിപൊളി സെറ്റാണ്. ഫുള്ളായിട്ടൊരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട്, വൈറ്റ്, റൂബി, അതുപോലെ തന്നെ എമറാൾഡ് ഗ്രീൻ സ്റ്റോൺസ് വരുന്ന ഫുള്ളായിട്ട് ഭയങ്കര സിമ്പിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരു അടിപൊളി ഓപ്ഷൻ ആയിരിക്കും. ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സെറ്റ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുട്ടികൾക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, കുഞ്ഞല്ലേ. അപ്പം അങ്ങനെ. ആൻഡ് ഇതാണ് അതിൻ്റെ കമ്മൽ വരുന്നത്, നമുക്ക് കുഞ്ഞി ഇയറിങ്സ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ വേറൊരു സെറ്റ്. ഇതൊക്കെ പുതിയ സ്റ്റോക്കിൽ വന്ന കേട്ടോ. ഞാൻ ആക്ച്വലി പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബാക്കിയൊന്നും ഞാൻ പേജിൽ അപ്ലോഡ് ചെയ്തില്ല. വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ എല്ലാം ഉള്ളൂ. പിന്നെ ഞാനൊരു സംഭവം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം ഇൻ്റർനെറ്റിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ്, അപ്പോൾ അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. നമ്മുടെ ഇലക്കത്താലിയാണിത്. ഇലക്കത്താലി എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഇതിന് ദളമിന്നി എന്നും കൂടെ പറയും കേട്ടോ. ഇലക്കത്താലി എന്നാണ് ഒരു കോമൺ പേര് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഇപ്പം നമ്മുടെ ഇൻ്റർനെറ്റിൽ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി സെറ്റാണ് ഇത്. പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണിത്. ആൻഡ് ഓൾസോ ഇത് ആൾക്കാർ നമ്മുടെ അമ്മമാരുടെയൊക്കെ സമയത്ത് ചോക്കേഴ്സ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു അടിപൊളി സെറ്റാണിത്. ആൻഡ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതാണ് നമ്മുടെ വേറൊരു സെറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കുള്ളൂ, കാരണം ഈ സാധനം തന്നെ നമ്മുടെ സ്റ്റോക്കിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കുറേ അന്വേഷിച്ചാണ് ഇത് കിട്ടിയത്. ഇതാണ് വേറൊരു സംഭവം. അപ്പോൾ അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് ഏറ്റവും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം കാണിച്ചു തരാൻ പോവാണ്. ഭയങ്കര സിമ്പിൾ ജ്വല്ലറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരു അടിപൊളി ഓപ്ഷനാണ്. ഫുള്ളി ഒരു റൗണ്ട് മോഡൽ വരുന്ന നമ്മുടെ മൾട്ടി കളറാണിത്. ഇതിൻ്റെ ഗ്രീൻ ഓൺലിയും റൂബി ഓൺലിയും നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് കുഞ്ഞ് പേഴ്സൊക്കെ വരുന്ന ഒരു അടിപൊളി സെറ്റാണ്. ഇത് എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവം. നമ്മുടെ ബ്ലാക്ക് ഗോൾഡിലാണ് വരുന്നത്, യെല്ലോ ഗോൾഡും കാര്യമൊന്നുമല്ല, സെയിം കളർ. ആൻഡ് അതിൻ്റെ ഇയറിങ്സ് വന്നിട്ട് ഈ ഒരു കുഞ്ഞ് ഇയറിങ്സ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ എന്തായാലും മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ആ ഒരു കോൺടാക്ട് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അടുത്ത ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് വരുന്ന ഒരു അടിപൊളി പീസാണ്. ഇതാണ് നമ്മുടെ അടുത്തൊരു ചോക്കർ സെറ്റ് എന്ന് പറയുന്നത്. ഇതും മൾട്ടി കളറാണ്. ഇതിന് നമുക്ക് മൾട്ടി കളർ മാത്രമേ ഉള്ളൂ, മറ്റതിന് ഗ്രീനും സിംഗിൾ കളേഴ്സ് ഗ്രീനും റൂബിയും അവൈലബിൾ ആണ്. ഇത് നമുക്ക് മൾട്ടി കളർ മാത്രമേ ഉള്ളൂ. മൾട്ടി കളർ മാത്രമേ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ, അതാണ് സത്യം. ഇതാണ് നമ്മുടെ വേറൊരു സെറ്റ്. ഭയങ്കര ഭംഗിയാട്ടോ. ഇതൊന്നും ഗോൾഡൊന്നും അല്ല എന്ന് ആരും പറയില്ല, കാരണം ഇത് ഒരു യെല്ലോ ഗോൾഡ് അടിക്കുന്നതേ അല്ല, നമ്മുടെ ഒരു ബ്ലാക്ക് ട്രഡീഷണൽ ഗോൾഡിൻ്റെ ആ ഒരു കളറൊക്കെയാണ്. ഇതാണ് അതിൻ്റെ ഇയറിങ്സ് വരുന്നത്. ഇതിൽ റൂബി സ്റ്റോണാണ് വരുന്നത്. ഇതാണ് നമ്മുടെ വേറൊരു സെറ്റ്. നമ്മുടെ അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഒത്തൻറ്റിക് ഒരു തമിഴ് ട്രഡീഷണൽ സംഭവമായിട്ടൊക്കെ നമുക്ക് തോന്നുന്ന ഇതും അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർനെറ്റിൽ ഇപ്പം ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. നടുക്ക് നമ്മുടെ ഒരു ലക്ഷ്മി വരുന്നുണ്ട്, പിന്നെ ഇതുപോലത്തെ ഒരു ഡിസൈനും. ഇതെനിക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര തമിഴ് ടച്ചാണ് തോന്നുന്നത്, അതായത് ഞാൻ തമിഴ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞത്. ഇതാണ് നമ്മുടെ ആ ഒരു സെറ്റ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ആണല്ലോ ഇപ്പം നമ്മുടെ ആ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് ഏത് പട്ടുസാരിയുടെ കൂടെയും സെറ്റ് സാരിയുടെ കൂടെ എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം. ഇതാണ് നമുക്ക് അതിൻ്റെ കമ്മൽ വരുന്നത്, ഒരു ലാർജ് സ്റ്റഡാണ്. ഇതാണ് വേറൊരു ഐറ്റം. ഇതൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇന്ന് എടുത്ത് ഷൂട്ട് ചെയ്ത സാധനങ്ങൾ മാത്രം ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. സ്റ്റോക്ക് വേറെയും ഉണ്ട്. ആൻഡ് എൻ്റെ സ്റ്റോക്കിൽ എൻ്റെ കളക്ഷൻ വീഡിയോസ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, ഞാൻ ആ ഒരു വീഡിയോ വേറെ തന്നെ ചെയ്യാം. ആൻഡ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഭയങ്കര യുണീക്കായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതാണ് അതിൻ്റെ കമ്മൽ വരുന്നത്. കണ്ടില്ലേ, ഭയങ്കര ഒരു അടിപൊളി ലക്ഷ്മി വരുന്നുണ്ട് നടുക്ക്. ആൻഡ് ഇതുപോലത്തെ ഒരു കുഞ്ഞി പേൾസൊക്കെ വരുന്ന അടിപൊളി കമ്മലാണ്. ഭയങ്കര യുണീക്ക് സംഭവം കേട്ടോ. ഇങ്ങനത്തെ ഞാൻ മോസ്റ്റ്ലി അങ്ങനെ കണ്ടിട്ടില്ല. ഇത് ഒന്നും ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മാല കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അതിൻ്റെ സെറ്റിൽ വരുന്ന മാല എന്ന് പറയുന്നത്. ഭയങ്കര യുണീക്കായിട്ടുള്ള സാധനമാണ്, ഭയങ്കര രസമാണ് കാണാൻ. അതാ ഞാൻ പറഞ്ഞു, ഇതൊന്നും ഇട്ടാൽ ഗോൾഡ് അല്ല എന്നൊരു ആരും പറയില്ല. ഇത് നമ്മുടെ ഹേസ്ലി ചോക്കറിൻ്റെ ഒക്കെ ടൈപ്പിൽ വരുന്നതാണ് ഈ ഒരു പോർഷനൊക്കെ. ബട്ട് ദിസ് ഇസ് വെരി ട്രഡീഷണൽ, ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഞാൻ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒന്ന് നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് സെറ്റ് ആവട്ടെ.
ഷൂട്ടും കാര്യങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ താഴെ വന്ന് ഷുട്ടൂന് ഫുഡൊക്കെ കൊടുത്തു. ആൻഡ് ഞാനും ഫുഡ് കഴിക്കാൻ നിന്നിട്ട് അവളെയും പിടിച്ചെടുത്ത് ഉറക്കി ഞാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇതാ നമ്മൾ എണീച്ചിതാ ഗ്രീൻ ടീ ആൻഡ് ചായ ടൈമാണ്. ഇത് കഴിഞ്ഞ് നമുക്കൊന്ന് പുറത്ത് പോകണം. ഞാൻ ഷുട്ടൂന് ഹോർലിക്സ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇനിയിപ്പം പുറത്തേക്ക് പോകേണ്ട പരിപാടി നോക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം. ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. ഷുട്ടിൻ്റെ ഫ്രൂട്ട്സൊക്കെ തീർന്നിരിക്കുന്നു. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങണം. പിന്നെ ഇന്ന് സൺഡേ ആണല്ലോ, ഫുഡ് കഴിക്കണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ പരിപാടി. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഞാൻ ഫ്രഷായി, ഞാൻ കുളിച്ചു. ഷുട്ടിനെ ഉറങ്ങുന്നതിന് മുന്നേ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പെട്ടെന്നൊന്ന് റെഡി ആവട്ടെ, നമുക്ക് പോകുമ്പോൾ കാണാം. വണ്ടി ഇറക്കാൻ പറ്റൂല, അതുകൊണ്ട് നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. ഷുട്ടിനെ നമ്മളെപ്പോഴും അടുത്ത് മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. ലോങ് ആയിട്ട് സ്കൂട്ടിയിൽ ഇതുവരെ അങ്ങനെ കൊണ്ടുപോയി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടില്ല. ബട്ട് ഇന്ന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വണ്ടി ഇറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നോക്കട്ടെ. അച്ഛ കുളിക്കട്ടെ, വാവ അങ്ങോട്ട് വാ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറി. ജസ്റ്റ് നമ്മുടെ സാലിസിലിക് ആസിഡ് അപ്ലൈ ചെയ്തു. പിന്നെ നമ്മുടെ സൺക്രീം അപ്ലൈ ചെയ്തു. കാരണം ഏകദേശം ഒരു സന്ധ്യമൊക്കെ ആവാറായിട്ടുണ്ട് നമുക്ക്. പിന്നെ അതിന് കൂടുതൽ മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നി. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ നിന്നു. ഇനിയിപ്പോൾ ഞാൻ റെഡിയായിട്ട് വേണം ഷുട്ടൂനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടി കഴിയാമെന്ന് വിചാരിച്ചു. സോ ഇതാ നമ്മളൊരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് ഭയങ്കര കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഉണ്ട്. നമ്മുടെ ഖൂബ്സൂരത്ത് കുച്ചിപ്പുടി എന്ന് പറയുന്ന മാർസിൻ്റെ ഒരു കിഡ്ലൻ ഷെയ്ഡ്. ഇതാണ് ആ ഷെയ്ഡ്. ഞാൻ ഓൾറെഡി റീൽസായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഷെയ്ഡാണ്, ഭയങ്കര രസമുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ് വരുന്നത്. എല്ലാ സ്കിൻ ടൈപ്പിനും നല്ല പോലെ മാച്ച് ചെയ്ത് പോകും. ഒരു ഡെയിലി വെയറൊക്കെ ആയിട്ട് നമുക്ക് സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ്. നമ്മളൊരു 5:30 ആയപ്പം ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സ്കൂട്ടി എടുത്തിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. സ്കൂട്ടി ഓൾറെഡി അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നു. ഷുട്ടു ദാട്ടിന് വെച്ചിക്കെല്ലാം ചാച്ച ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ. 5:30 ആയിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും കൂടെ പോകാമെന്ന് ഇങ്ങനെ കുട്ടപ്പം പറയുമായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നാളായി ഇപ്പം ബീച്ചിലേക്കൊക്കെ പോയിട്ട്. സോ ഷുട്ടുവിനെ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോകാമെന്ന് വെച്ചു. പോകുന്ന വഴിക്ക് ആളെ മുന്നിലാണ് ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. ആൾ അച്ഛൻ്റെ കൂടെ ഒറ്റയ്ക്ക് പോകുമ്പോൾ എപ്പോഴും മുന്നിൽ കഴിക്കാറില്ല. പക്ഷെ ഇപ്രാവശ്യം ഞാനും കൂടി ഉള്ളതുകൊണ്ട് ആളിതാ നേരെ തിരിഞ്ഞ് ബാക്കോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് തീരെ നിർത്തില്ല. അങ്ങനെ നമ്മൾ പോയി. ഞാൻ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഷുട്ടുക്ക്. ഫ്രൂട്ട്സ് വരുന്ന വഴിക്ക് നമ്മൾ വാങ്ങി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ വടകര റെയിൽവേ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഷുട്ടു ട്രെയിൻ കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൂക്കു കൂക്കു തീവണ്ടി പാട്ടൊക്കെ കണ്ടിട്ട്. ഭയങ്കര ഇൻട്രസ്റ്റോടെ ഭയങ്കര വർത്താനമൊക്കെ പറഞ്ഞ് അതിലെല്ലാ ആൾക്കാരോടും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും അടുത്ത ട്രെയിന് പോകാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കണ്ടു. ആൾ ഭയങ്കര സന്തോഷമായി അവർക്ക്. അങ്ങനെ ഇതാ നമ്മൾ സാൻഡ് ബാങ്ക്സിലെത്തി. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി പോകാൻ പറ്റാത്ത അത്രയും തിരക്കായിരുന്നു. കാരണം ഇറ്റ്സ് എ സൺഡേ ഇങ്ങോട്ടേക്കൊന്നും വരാനേ പറ്റില്ല, ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ നമ്മൾ ചുമ്മാ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ചുമ്മാ ഇവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ചുട്ടു ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഓൾറെഡി നമ്മളെ സൺസെറ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പം കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് കുട്ടപ്പന എടുത്തുകൊണ്ട് കാണിച്ചു കൊടുത്തു. അത്രയും ഒന്നുള്ളൂ അവിടെ, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ആൾക്കാരായി നിറഞ്ഞ്, അതുപോലെ തന്നെ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ബീച്ചിൽ. അങ്ങനെ നമ്മൾ അവിടുന്ന് വിട്ടു. പതുക്കെ നമ്മൾ പിന്നെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ എവിടെ ഈ സ്ഥലം ശരിക്കും എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ വടകര തന്നെ നമ്മളെ വീട്ടിനടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറി. നമ്മൾ ഇവിടുന്ന് അധികം അൽഫാമൊക്കെ വാങ്ങിക്കാറുണ്ട്. അങ്ങനെ ബട്ടർ നാനും 65 ആദ്യം വന്നു. പിന്നെ ഇത് നമ്മുടെ അൽഫാം വന്നു. നമ്മൾ അച്ചാച്ചനും അമ്മമ്മയ്ക്കെല്ലാം ഓർഡർ ചെയ്ത് വാങ്ങിച്ചു. നമ്മൾ പെപ്പർ ചിക്കനും പൊറോട്ടയൊക്കെ വാങ്ങാമെന്ന് വെച്ചു. അങ്ങനെ ഇത് അവളാടുന്ന് ബീച്ചിൽ നിന്ന് അടിച്ചു മാറ്റിയ സാധനം, മീൻസ് അടിച്ചു മാറ്റിയല്ല, അത് വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അങ്ങനെ ഇത് മൊത്തം മറ്റേ പള്ളിപ്പെരുന്നാൾ പോലെ ഇങ്ങോളം കത്തിച്ചു പിടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്ന ആള്. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോയിട്ട് നമ്മളെ ബിഗ് ബോസ് സീസൺ ഫൈനൽ കാണണം. ഓടിപ്പോയി കാണട്ടെ, ഞാൻ ഫ്രഷ് ആക്കട്ടെ. ഇവിടെ ഇനി ശേഷിക്കുന്നത് ടോപ്പ് 5-ൽ എത്തി നിൽക്കുന്ന 5 മത്സരാർത്ഥികൾ മാത്രം. ബിഗ് ബോസ് സീസൺ 7 ഗ്രാൻഡ് ഫിനാലയിലെ ആദ്യത്തെ എവിക്ഷൻ ഇവിടെ പുറത്താകുന്നത് ആരാണെന്ന് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ബിഗ് ബോസും പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ മേലെ എത്തി. ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും, അനുമോളായിരുന്നു വിന്നർ. അപ്പോൾ അങ്ങനെ ആ സീസൺ കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് നാളെ മുതൽ കാണാനൊന്നുമില്ല. അപ്പം നാളെ മുതൽ നമ്മൾ എന്ത് കാണുന്നതായിരുന്നു ഞാൻ അമ്മി തമ്മിലുള്ള ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു ടൈം കുറച്ചുകൂടെ എൻഗേജിങ് ആണ്. എന്താ പറയുക, എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു ഫാമിലി ടൈമാണ് നമുക്ക് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇന്ന് കുഴപ്പമില്ല, ഒരു നോർമൽ സൺഡേ ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി എടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് നമുക്ക് ദൂരെ അങ്ങനെ എവിടെയും കറങ്ങാനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പോയി പെട്ടെന്ന് വന്നു ജസ്റ്റ്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം. ഒരാൾ കിടന്ന് കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഫ്രഷായി, നമ്മൾ ബ്രഷും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഇവിടെ പിടിച്ച് കിടത്തി ഉറക്കണം എങ്ങനെയെങ്കിലും. എന്തായാലും ഇപ്പോൾ ഒന്നും ഉറങ്ങൂല. ആൾക്ക് 12 മണി മുട്ടണം ആൾക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും എന്തായാലും ഉറങ്ങാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.